ഈ സൗണ്ട് കേട്ടോ. വേറൊരു സ്ഥലത്തും ഈ സൗണ്ട് ഇല്ല. ഇവിടെ മാത്രം ഈ സൗണ്ട് കേൾക്കാൻ എന്താ കാരണം? സർ, യാത്ര പോകുന്ന ഒരാൾ ഇത്രയും രൂപ വെറുതെ വീട്ടിൽ വെച്ചിട്ട് പോകും? എങ്കിൽ അയാൾ പണമൊട്ടും ആവശ്യമില്ലാത്തൊരു യാത്രയ്ക്കായിരിക്കും പോയത്. സർ, ആ ലാപ്ടോപ്പ് ഇവിടെ ഒന്നും കാണുന്നില്ല. എന്നാൽ അയാൾ അതും കൊണ്ടുപോയിട്ടുണ്ടാവും സർ. ഉണ്ടാവാം, പക്ഷേ എപ്പോഴും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരാളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സ്റ്റോറേജ് ഡിവൈസ് കാണണ്ടേ? ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു CD-യോ ഹാർഡ് ഡിസ്കോ പെൻഡ്രൈവോ ഒന്നും കാണുന്നില്ല. അത് സ്ട്രേഞ്ച് ആയിട്ട് തോന്നണില്ലേ? ഒരുപക്ഷെ അതും അയാൾ കൊണ്ടുപോയി കാണും. ആവാം, പക്ഷെ അയാൾ തന്നെയാണോ അത് കൊണ്ടുപോയതെന്നാണ് നമുക്കറിയേണ്ടത്. എന്നാലും ഈ വീട്ടിൽ കാണുന്നതൊന്നും അത്ര നല്ല ലക്ഷണമല്ല. ഈ സൗണ്ട് കേട്ടോ. വേറൊരു സ്ഥലത്തും ഈ സൗണ്ട് ഇല്ല. ഇവിടെ മാത്രം ഈ സൗണ്ട് കേൾക്കാൻ എന്താ കാരണം? സൗണ്ട് കേട്ടിട്ട് അവിടെ മാത്രം സോപ്പിട്ട് കഴിക്കുമല്ലോ തോന്നുന്നു. കറക്റ്റ്. എന്തിന് ഇവിടെ മാത്രം കഴുകി വൃത്തിയാക്കണം? അവിടെ രക്തം വീണിട്ടുണ്ടാവും. അതെങ്ങനെ പറയാൻ പറ്റും? അതാണ് പോലീസ് ബുദ്ധി. സംശയകരമായ രീതിയിൽ ഒരു സ്ഥലം കഴുകി വൃത്തിയാക്കിയിരിക്കുന്നത് കണ്ടാൽ അവിടെ വീണത് രക്തമായിരുന്നു എന്ന് വേണം നമ്മൾ ആദ്യം സംശയിക്കാൻ. മാഡം, ഒരു കുറ്റവാളി തെളിവ് നശിപ്പിക്കാൻ നോക്കുമ്പോൾ അയാൾ ആദ്യം ശ്രമിക്കുന്നത് രക്തക്കറ മായ്ക്കാനായിരിക്കും. അതാണ് ക്രിമിനൽ സൈക്കോളജി. രക്തക്കറ മായ്ക്കുന്നത്ര എളുപ്പമല്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർജന്റ് ഉപയോഗിക്കേണ്ടി വരും. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല, പോലീസ് നായ്ക്ക് മണം കിട്ടാതിരിക്കാൻ വേണ്ടി കെമിക്കൽസും സ്പ്രേ ചെയ്തിട്ടുണ്ട്. കഴുകി കളഞ്ഞാൽ പിന്നെ രക്തമാണെന്ന് എങ്ങനെ തെളിയിക്കും? അതിനാണ് ലൂമിനോൾ ടെസ്റ്റ്. കഴുകിയ സ്ഥലത്ത് ലൂമിനോൾ സ്പ്രേ ചെയ്യണം. എന്നിട്ടൊരു അൾട്രാവയലറ്റ് ലൈറ്റ് വെച്ച് നോക്കിയാൽ മതി. എത്ര നന്നായി കഴുകിയാലും രക്തം വീണ ഭാഗം തിരിച്ചറിയാൻ പറ്റും. സർ, ഇത്രയും ഭാഗത്ത് രക്തം വീണിട്ടുണ്ട്. ബ്ലഡിന്റെ വോളിയം വെച്ച് നോക്കുമ്പോൾ ഇവിടെ വെച്ച് ആർക്കോ കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു മർഡർ തന്നെ നടന്നിട്ടുണ്ടാവും. കമോൺ സർ. ഇതാ നോക്കിയേ. ആ സെറ്റിൽ ഒരു കത്തി മാത്രം ഇല്ലാത്തത് ശ്രദ്ധിച്ചു. ഒരുപക്ഷെ ആ കത്തി ഉപയോഗിച്ചായിരിക്കും കുത്തിയിട്ടുണ്ടാവുക. എന്നിട്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അക്രമി ആ കത്തിയും കൊണ്ടുപോയിട്ടുണ്ടാവും. സർ, മുറിവേറ്റത് കാണാതായ കിരണ് തന്നെ ആവണം നിർബന്ധമില്ലല്ലോ. ഒരുപക്ഷെ അയാൾ മറ്റാരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് മുറിവേൽപ്പിച്ചതായിക്കൂടെ? യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. ഈ രക്തം കാണാതായ കിരണിന്റെ ആണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ DNA ടെസ്റ്റ് വേണ്ടി വരും. പക്ഷെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് കഴുകിയതുകൊണ്ട് DNA ടെസ്റ്റ് നടത്താൻ പറ്റുമെന്ന് കണ്ടറിയണം. എനിവേ, വി വിൽ ഗോ ഫോർ ഇറ്റ്. നിങ്ങൾ എല്ലാ തെളിവുകളും കളക്ട് ചെയ്തിട്ട് വന്നാൽ മതി. ആവശ്യമെങ്കിൽ ബാക്കപ്പ് ടീമിനെ വിളിച്ചോളൂ. യെസ് സർ. പിന്നെ ഒരു കാര്യം, സർ. ഇവിടെ ഒരു കൊല നടന്നതായി നമ്മൾ സംശയിക്കുന്നത് പോലും പുറത്ത് ആരും അറിയരുത്. യെസ് സർ. ടോപ്പ് സീക്രട്ട്. സർ. സർ, Come on.